സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിന്റെ വാർത്തകൾക്ക് അറുതിയില്ല. വയനാട്ടിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ചൂരൽമല അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ 26 വയസ്സുള്ള ബാലകൃഷ്ണനാണ് മരിച്ചത്. ഹാരിസൺ മലയാളം തേയിലത്തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ വനംവകുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ രണ്ടാം നാൾ. കൊല്ലപ്പെട്ടത് അട്ടമല സ്വദേശിയായ 26-കാരൻ ബാലകൃഷ്ണൻ. ഇന്ന് രാവിലെയാണ് അട്ടമലയിലെ തേയിലത്തോട്ടത്തിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കാണുന്നത്. ആന ചവിട്ടിയരച്ച നിലയിലായിരുന്നു മൃതദേഹം. അട്ടമലയിലെ എറാട്ടുകുണ്ട് ഉന്നതിയിലാണ് ബാലകൃഷ്ണന്റെ കുടുംബം കഴിയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ബന്ധുക്കൾ അട്ടമലയിലെ പാടിയിലേക്ക് താമസം മാറ്റിയിരുന്നു. എറാട്ടുകുണ്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമിച്ചത്. രാവിലെ വന്നു കണ്ടു. കോളനിയിലേക്ക് പോയാൽ നമ്മളാ അവകളെ നോക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങോട്ടും ആളിരിക്കുന്നു. ഇന്ന് അവിടേക്ക് വന്നു. ഇന്നലെ യാദൃശ്ചികമായ ഒരു 8 മണിക്ക് ചൂരൽമലയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അവൻ്റെ അമ്മേനെ അച്ഛനെയും കണ്ടിട്ട് ഇതുവഴി അവൻ്റെ കോളനിയിലേക്ക് പോയതാണ് അവൻ. അപ്പോഴാണ് ഇവിടുന്ന് പെട്ടെന്നുള്ള ആനയുടെ ആക്രമണം ഉണ്ടാകുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. ഇന്നലെ ഈ മേഖലയിൽ കണ്ട ആനയുടെ ദൃശ്യവും പിന്നാലെ പുറത്തു വന്നു. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഉയർന്നു. ഈ കുടുംബത്തിന്റെ ഇവിടെ 3 കുടുംബങ്ങളോട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു പുനരധിവാസം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരവും ഈ കുടുംബത്തിലെ ഈ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പിൽ ജോലി എന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിക്കപ്പെട്ടതോടെയാണ് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാൻ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറുന്നതായിരിക്കും. അടുത്ത് ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ വകുപ്പിൽ നിന്നും ധനസഹായം ഇന്ന് തന്നെ നൽകും. പുനരധിവാസം സംബന്ധിച്ച് നിലവിൽ ഇപ്പം വനംവകുപ്പിൽ പ്രതിനിധികളെടുത്ത് ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതുണ്ട്. ബത്തേരിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അട്ടമലയിലാണ് സംസ്കരിച്ചത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നു. യൂത്ത് കോൺഗ്രസും SDPIയും മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വ്യാപാരി സംഘടനകൾ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കമന്റ് ബോക്സിലേക്കൊന്ന് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടർച്ചയായി ആളുകൾക്ക് കാട്ടാന ആക്രമണത്തിൽ വന്യജീവി ആക്രമണത്തിൽ ഇങ്ങനെ ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടാകുന്നതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. 72 മണിക്കൂർ ഈ 2 ദിവസത്തിനിടെ 4 പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രം നമ്മുടെ നാട്ടിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ നഷ്ടപരിഹാരം നൽകുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചില നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ വനമന്ത്രി നടത്തിയ പ്രതികരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ടുള്ള അമർഷവും രേഖപ്പെടുത്തുന്നുണ്ട്. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന വിമർശനം അവർ ഉയർത്തുകയാണ്. ഇപ്പോൾ ഫാദിൽ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജനങ്ങൾക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഫാദിൽ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ഫാദിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പ്രശ്നം ഫാദിൽ? മുല്ലശ്ശേരി ബ്ലോക്കിന്റെ അവിടെയാണ്. സ്ഥലം മനസ്സിലായില്ല ഫാദിൽ. ഏത് ജില്ലയിലാണെന്ന് പറയാമോ ഫാദിൽ? തൃശ്ശൂർ ജില്ലയാണ്. സ്ഥലം ഒന്നുകൂടെ. മണലൂര് നിയോജക മണ്ഡലം. ശരി. പാലക്കാട് താലൂക്ക്. അവിടെ റോഡ് വളരെ ശോചനീയാവസ്ഥയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ഫാദിൽ, ഏത് റോഡാണ്? ആ റോഡിന്റെ പേര് പറയാമോ ഫാദിൽ? ഓർമ്മപ്പെടുത്തണം. എന്താ പറഞ്ഞേ? ആ റോഡിന്റെ പേരൊന്ന് പറയാമോ ഫാദിൽ? ഏത് ഭാഗത്തുള്ള റോഡാണ്? വളരെ കൃത്യമായി ഒന്ന് പോയിന്റ് ചെയ്ത് പറയാമോ? കൃത്യമായി പറഞ്ഞാൽ ഇപ്പൊ ചാവക്കാട് കാഞ്ഞാണി റോഡ് എന്നാണ് പറയാ അതിന്. മെയിനായിട്ട് ഇപ്പൊ മുല്ലശ്ശേരിന്ന് കാഞ്ഞാണിക്കും ആ ഭാഗമാണ് കൂടുതലായിട്ട് പൊളിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്കിന്റെ അവിടെ, അതായത് ഒരു സൈഡ് 2 പേരുണ്ടാവൂലേ,
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഒരു സൈഡ് മാത്രമേ നല്ല റോഡുള്ളൂ. അതിപ്പോ തന്നെ റെഡിയാക്കിയതാണ്. അതിനു മുമ്പ് വളരെ ശോചനീയാവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫാദിൽ, ഈ നാട്ടുകാർ എന്നുള്ള നിലയിൽ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് വിഷയം പെടുത്തിയിരുന്നോ ഫാദിൽ? സ്വാഭാവികമായിട്ട് അവരൊക്കെ ആ റൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ആളാണ്. ശരി, നമുക്ക് എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം അന്വേഷിക്കാം. ഒരു വാർത്ത, ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ ഉറപ്പായും അത് വാർത്തയാക്കി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും എന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ ഫാദിലിന് നൽകുകയാണ്.